2 ചുവരുകളുടെ മൂലയിൽ വെക്കുന്ന കല്ലാണ് മൂലക്കല്ല്. 2 ചുവരുകളെയും അത് യോജിപ്പിക്കും. ഒരു മന്ദിരത്തിൻ്റെ സാക്ഷാൽ ആരംഭ ബിന്ദുവായി അടിസ്ഥാനത്തിൻ്റെ ഒരു മൂലയിൽ ചേർക്കുന്ന കല്ലിനെയാണ് പ്രത്യേകിച്ച് മൂലക്കല്ല് എന്ന് പറയുന്നത്. യെശയ്യാ പ്രവചനം 28:16 യെരമ്യാ പ്രവചനം 51:26 വാക്യങ്ങളിലും അടിസ്ഥാനക്കല്ലും മൂലക്കല്ലും വെവ്വേറെയായി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധാർഹമാണ്. ഈജിപ്തിലെ പ്രഭുക്കന്മാരെ മൂലക്കല്ലായി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 19:13. ഭൂമിയുടെ മൂലക്കല്ലിട്ടവനെന്ന് ഇയ്യോബ് 38:7 പറയുന്നുണ്ട്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. സങ്കീർത്തനം 118:22. ഈ വാക്യം മശിഹാപരമാണ്. മൂലക്കല്ല് ക്രിസ്തുവിനെയാണ് കുറിക്കുന്നത്. മത്തായി 21:42, മർക്കോസ് 12:10, ലൂക്കോസ് 20:17, അപ്പോസ്തല പ്രവൃത്തികൾ 4:11, 1 പത്രോസ് 2:6-7 വാക്യങ്ങൾ. ക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ്. എഫെസ്യ ലേഖനം 2-20 വാക്യം.